നമസ്കാരം സാർ. നമസ്കാരം സാറേ, നമ്മൾ ഇപ്പോൾ CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ആരംഭിച്ചു. ഇപ്പോൾ ഏതാണ്ട് കുറച്ച് റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വരുന്നുണ്ട്. അതായത് പുറത്ത് വരുന്ന റിപ്പോർട്ടുകളെന്ന് പറഞ്ഞാൽ കേഡർമാർക്ക് പാർട്ടി വിദ്യാഭ്യാസം കുറവാണ്. ഒരു കാര്യം പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ടുകളിൽ ഒന്ന്. പിന്നെ മുഖ്യമന്ത്രി പണിക്കിടയിലും പാർട്ടി കാര്യങ്ങൾ പിണറായി വിജയൻ ശ്രദ്ധിക്കുന്നുണ്ട്. EP ജയരാജൻ അതിനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി ഇപ്പോഴാണ് EP പാർട്ടി പരിപാടികളിൽ കൂടുതൽ ആമഗ്നനായി തുടങ്ങിയത്. സജി ചെറിയാന് പത്രക്കാരോട് സംസാരിക്കുമ്പോഴും അല്ലാതെയും പ്രസംഗത്തിലും പിന്നെ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണമായിരുന്നു എന്നിങ്ങനെ കുറച്ച് വിമർശനങ്ങൾ നിരവധി പേർക്കെതിരെ. അതിൽ ഏതാണ്ട് കുറച്ച് പേരുടെ കാര്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടിലൂടെയൊക്കെ നമ്മുടെ മറ്റ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളൂ. ഏതായാലും പിണറായിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടാണ് സംഘടനാ റിപ്പോർട്ട് ഗോവിന്ദൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ബാക്കി സാറ് പറഞ്ഞാട്ടെ. അതായത് ഈ പാർട്ടി CPM എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നൊരു പാർട്ടിയാണ്. EMS-ഉം AKG സുന്ദരയ്യ എന്നൊക്കെ പറയുന്ന ഒരു ഗൗരിയമ്മ എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പം, കൃഷ്ണപിള്ള അങ്ങനെ തുടങ്ങിയുള്ള ആളുകളുടെ VS തുടങ്ങിയുള്ള പ്രമുഖര EK നായർ തുടങ്ങിയുള്ള മഹത് വ്യക്തിത്വങ്ങൾ ജീവൻ പണയം പെടുത്തി ത്യാഗം ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ത്യാഗം ചെയ്തിട്ട്, വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരോട് തുടങ്ങി ഇങ്ങോട്ടുള്ള ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ നിരോധിച്ച സംഘടനയായിരുന്നു. ആ സമയത്ത് എൻ്റെ പിതാവ് ആ പാർട്ടി കാർഡുള്ള ആളാണ്. അന്ന് EMS-നെ അടക്കം ഒളിവിൽ താമസിപ്പിക്കാൻ കൊണ്ടുപോയതും പാർട്ടി അംഗത്വമല്ല, പാർട്ടി കാർഡാണ്. പാർട്ടി കാർഡ് അംഗത്വം എന്നുള്ള കാർഡ് കിട്ടാന്ന് പറഞ്ഞാൽ ചോരയിൽ കൊണ്ട് ഒപ്പിടുന്ന കാലഘട്ടമാണ്. പാർട്ടി നിരോധിച്ച കൽക്കട്ട തീസിസിന് ശേഷം പാർട്ടി നിരോധിച്ചു. അങ്ങനെയുള്ള പാർട്ടി 1964-62 പിളർന്നു. CPM ആയിട്ടും ഇങ്ങോട്ട് പിളർന്നു. 1962 പാർട്ടി പിളർന്നു. അങ്ങനെ കേരളത്തിൽ EMS-ഉം AKG എവിടെയാണോ അവിടേക്ക് ജനങ്ങൾ കൂടുന്നത്. എൻ്റെ പിതാവും അതിൻ്റെ കൂടെയാണ് നിന്നത്. ഒരു ദിവസത്തെ സസ്പെൻസ് ഉണ്ടായിരുന്നു അല്ലേ സാർ? ഇതിലേക്ക് പോകുമെന്നുള്ളൊരു സസ്പെൻസ് അല്ല, അത് EMS-ഉം AKG എവിടെയാണോ അവിടേക്കാണ് ജനങ്ങൾ പോയത്. ഒരു സസ്പെൻസ് എന്നിട്ട് CPI-യിലേക്കാണോ CPM-ലേക്കാണോ എന്നൊരു CPI എന്ന് പറയുന്നത് ഒന്നുമില്ലാതായത് EMS-ഉം AKG ഇങ്ങോട്ട് പോകുന്നുണ്ട്. അത് EMS എന്ന് പറഞ്ഞ ബുദ്ധിജീവി, മറ്റേത് പ്രവർത്തിക്കുന്ന ആൾ, ജനങ്ങളെ കൂട്ടുന്ന ആൾ. അപ്പം ഇങ്ങനെ ഒരു പാറ്റേണിൽ വളർന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു പാർട്ടിയായിരുന്നു CPM. അതിന് അപജയം എവിടുന്നാണ് വരുന്നതെന്ന് വെച്ചാൽ 1996 പിണറായി വിജയൻ വിദ്യുച്ഛക്തി മന്ത്രിയാവുന്നതോടുകൂടിയാണ്. വിദ്യുച്ഛക്തി മന്ത്രിയാവാന്ന് പറഞ്ഞാൽ അതിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹം ഇവിടെ കരുത്തനായി വളർന്നു എന്നും അദ്ദേഹത്തിന് പാർട്ടിയിൽ സ്വാധീനമുണ്ടാക്കാൻ പറ്റിയെന്നും അങ്ങനെ ഇദ്ദേഹത്തെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം വിദ്യുച്ഛക്തി മന്ത്രിയാകാമെന്നും കണ്ടുകൊണ്ട് 2 കോടി രൂപ SNC ലാവ്ലിൻ കമ്പനിയുടെ ഇടനിലക്കാരനായ ദിലീപ് രാഹുലൻ കണ്ണൂരിൽ കൊണ്ടുപോയി കൊടുത്തത് വഴി ആണ് ആദ്യമായിട്ട് പാർട്ടിയെ ഇത് വെച്ച് പണമുണ്ടാക്കാൻ പറ്റുമെന്ന് പിണറായി വിജയൻ പഠിക്കുന്നത്. ഓരോ പദ്ധതികൾ വെച്ച് പാർട്ടിക്ക് സ്വന്തമായും പിന്നെ പാർട്ടിക്ക് കുറച്ചും കൊടുത്ത് മുന്നോട്ട് നീങ്ങാൻ പറ്റുമെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ പിണറായി വിജയൻ SNC ലാവ്ലിൻ പദ്ധതി, SNC ലാവ്ലിനുമായിട്ട് ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികളുടെ നവീകരണ പുനരുദ്ധാരണത്തിന് വേണ്ടി കരാർ കൊടുക്കണം. ആദ്യം കൺസൾട്ടൻസി കരാറായിരുന്നു. കരാർ ആദ്യം ഒപ്പിട്ടിരുന്നെങ്കിൽ യാതൊരു വിലയുമില്ലാത്ത മൂലക്കെട്ടിരുന്ന സാധനത്തെ എടുത്ത് അത് സപ്ലൈ കരാറാക്കി 100 കോടി രൂപയ്ക്ക് ബാലാനന്ദൻ എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരും ബഹുമാനിക്കുന്ന CIT അഖിലേന്ത്യാ പ്രസിഡന്റ് കമ്മീഷൻ ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റി ഈ 3 പദ്ധതികൾ പൂർത്തിയാക്കാൻ പറ്റും 100 കോടിക്ക്. ബെൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ നവരത്ന സ്ഥാപനം പൂർത്തിയാക്കാമെന്ന് റിപ്പോർട്ട് കൊടുത്ത സാധനം ചവറ്റുകൊട്ടയിലെറിഞ്ഞ് പിണറായി വിജയൻ യാതൊരു അനുമതിയുമില്ലാതെ, കേരള ഗവൺമെൻറ്റിൻ്റെയോ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയോ അതേപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ അനുമതിയില്ലാതെ കൃത്യമായി 278 കോടി രൂപ ഈ കരാർ കൊടുത്തു. എത്ര കോടി ലാഭം? 178 കോടി രൂപ പോക്കറ്റിൽ പോകാനുള്ള പൈസ അടക്കം 100 കോടി 178 കോടി രൂപ അധികമായിട്ട് അഗ്രിമെൻ്റ് ഒപ്പിട്ടു. അന്ന് മുതൽ അപ്രമാദിത്വമാണ് പിണറായി വിജയൻ കേരളത്തിൽ. പിണറായി വിജയൻ കേരളത്തിലെ പാർട്ടിയെ കയ്യിലെടുത്ത് എങ്ങനെയാണെന്ന് അറിയാമോ? P ശശി എന്ന് പറയുന്ന ഗുണ്ടാ മാഫിയ തലവനുണ്ടായിരുന്നു, പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് അന്ന് EK നായരുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി. അദ്ദേഹം EK നായരുടെ ഒരു മകനെ വിതുര പെൺവാണിഭത്തിൽ കൃഷ്ണവേണി എന്നുള്ള പേര് കൃഷ്ണകുമാർ ആണെങ്കിലും കൃഷ്ണവേണി എന്നുള്ള പേര് ഇതേ ആകൃതിയൊക്കെ വെച്ച് ഇതേ ആകാരമൊക്കെ വെച്ച് പ്രകൃതിയൊക്കെ വെച്ചിട്ട് ഒരാളെ പ്രതിയാക്കി. EK നായർ ബ്ലാക്ക് മെയിൽ ചെയ്തു.
മോൻ പ്രതിയാവുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓഫീസ് അയാളെ കയ്യിലായി. അവിടെ വ്യഭിചാരവും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നടത്തുകയായിരുന്നു അയാളെ പരിപാടി. പിന്നെ പണം സംബന്ധമായുള്ള കാര്യത്തിൽ ലാവലിൻ്റെ 8 കോടി രൂപ ഈ ശശീൻ്റെ അടുത്ത് കൊടുത്തതിൻ്റെ രേഖൻ്റെ അടുത്തുണ്ടായിരുന്നു. 8 കോടി രൂപയാണ് കൊടുത്തിട്ട് പാർട്ടിക്ക് കൊടുത്തത്. അങ്ങനെ പാർട്ടീനെ കയ്യിലെടുത്ത് ബാക്കി 278 കോടി രൂപയിൽ 178 കോടി രൂപ ഉണ്ടാവുമല്ലോ, പ്ലസ് നമ്മുടെ മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് 98.3 കോടി രൂപ, അതിൽ 12 കോടി രൂപയാണ് അതിലേക്ക് വന്നത്. ബാക്കി 12 കോടിയിൽ 8.25 കോടി രൂപ ചിലവാക്കിയുള്ളത് കണക്കുണ്ട്. ബാക്കി 87 കോടി രൂപ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന അയാളുടെ ഭാര്യേൻ്റെ അക്കൗണ്ടിലേക്ക് 75 കോടി രൂപ വന്നു. ഇതാണ് പിണറായി വിജയൻ തട്ടിപ്പ് തുടങ്ങിയത്. അന്ന് മുതൽ അദ്ദേഹം മനസ്സിലായി പാർട്ടിയെ മുന്നിൽ വെച്ച്, കേരളത്തിലെ ഏറ്റവും അധികം ശക്തമായ പാർട്ടിയാണ്, ആ പാർട്ടി ഒരു ഭാഗത്ത് കൈപ്പിടിയിൽ ഒതുക്കി മറുഭാഗത്ത് എന്ത് കച്ചവടം നടത്താം, എന്ത് പൈസ ഉണ്ടാക്കാം. 1998 അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആവുന്നത്. പിന്നെ സി എച്ച് കണാരൻ ചടയം ഗോവിന്ദൻ മരിച്ച സമയത്താണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറി. ചടയം ഗോവിന്ദൻ സ്വാത്വികനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ചടയം ഗോവിന്ദൻ പറഞ്ഞാൽ അങ്ങനെ ഉള്ള ഒരാളായിരുന്നു. അതുവരെ കേരളത്തിൽ പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നു, സാധാരണക്കാരൻ്റെ പാർട്ടി. അതിനുശേഷം ഇദ്ദേഹം അതിന് ശേഷമാണ് ഐസ്ക്രീം പാർലർ അട്ടിമറിക്കുന്നത്. 1 കോടി രൂപ നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് വാങ്ങിയിട്ടാണ് ആ കേസ് അട്ടിമറിക്കുന്നത്. ശശിയാണ്, പിണറായി വിജയനും ശശിയും പിണറായി വിജയൻ അറിയാതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പാർട്ടി സെക്രട്ടറി അറിയാതെ എന്താണെന്ന് നടത്തുമോ? അന്ന് മുതൽ തുടങ്ങിയതാണ് കേരളത്തിലെ പാർട്ടിയെ കച്ചവട ചരക്കാക്കി മറയാക്കി കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുക എന്നുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി. അദ്ദേഹം 2005 ഞാൻ ലാവ്ലിൻ കേസ് പുറത്തു കൊണ്ടുവരുന്നത്. ഐസ്ക്രീം പാർലർ പെൺവാണിപ്പോൾ ഞാൻ പുറത്തു കൊണ്ടുവന്നു. അതിനുശേഷം ലാവ്ലിൻ കേസിൻ്റെ യഥാർത്ഥത്തിൽ അതിൽ പിണറായി വിജയൻ ഉണ്ടെന്നും ഉള്ള റിപ്പോർട്ട് ഞാൻ പ്രസിദ്ധീകരിച്ചപ്പോഴാണ് എൻ്റെ ഓഫീസ് കത്തിച്ചത്. അന്ന് ഗുണ്ടകളെ വിട്ടിട്ട് റിയാസിൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടകളെ വിട്ട് റിയാസിന് 25 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. പക്ഷേ പിന്നെ അതിൽ അന്ന് 2006 അന്നപ്പോഴേക്ക് പാർട്ടിയിൽ പിടിമുറുക്കിയിരുന്ന ആര്? പിണറായി. വി എസ് അച്യുതാനന്ദൻ കൂടെ കൂട്ടി കാറിൽ വി എസ് അച്യുതാനന്ദൻ വരുന്നത് വരെ കാത്തു നിന്നിരുന്ന, അയാളൊരു കാറ് കയറാൻ വേണ്ടിയിട്ട് ഒന്ന് കാത്തു നിന്നിരുന്ന ഒരാളായിരുന്നു ആര്? ഈ പിണറായി. ആ പിണറായി ശക്തനാവുകയാണ് സെക്രട്ടറി ആയ ശേഷം. അദ്ദേഹം പിന്നീട് ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ ലാവ്ലിൻ ഇടപാടിൽ ഹർകിഷൻ സിംഗ് സുർജിത്തിനും ഉണ്ടായിരുന്ന ബന്ധം? അദ്ദേഹത്തിന്റെ മകൻ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പാർട്ടി കേന്ദ്ര കൊടുത്തിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി ആയിരുന്നു. അവിടെ കേസ് വന്നപ്പോൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആദ്യം അന്വേഷണം വന്നപ്പോൾ ഹൈക്കോടതി ഉത്തരവ് കൊണ്ടാണ് ഞാൻ CBI അന്വേഷണം കൊടുക്കാൻ കാരണം എന്താ? എൻ്റെ ഓഫീസ് കത്തിച്ചുകൊണ്ടാണ്. ഓഫീസ് കത്തിച്ച് എന്നെ നിരന്തരമായി വേട്ടയാടി എന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഞാൻ CBI അന്വേഷണം കൊടുത്തത്. അല്ലെങ്കിൽ ഞാൻ കൊടുക്കാൻ പോവില്ല. കത്തിച്ചില്ലെങ്കിൽ ആരും അറിയുന്നില്ല. ഈ സംഭവം അതോടെ കഴിഞ്ഞു. പക്ഷേ എന്നെ കത്തിച്ചപ്പോൾ മുതൽ ഞാൻ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. CBI അന്വേഷണം കൊണ്ടുവന്നതുകൊണ്ട് എന്താ ഉണ്ടായെന്ന് അറിയോ? അന്ന് കുറച്ച് പാർട്ടിക്ക് വലിയ നിലയ്ക്കുണ്ട്, ഇന്നത്തെ മാതിരിയല്ല. അന്ന് അതിൻ്റെ പേരിൽ വി എസ് അച്യുതാനന്ദന് മുഖ്യമന്ത്രിയാകാൻ പറ്റി 2006. അന്ന് ഈ റിപ്പോർട്ട് വന്നില്ലായിരുന്നെങ്കിൽ, ഇത് CBI അന്വേഷണത്തിന് ഞാൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ അന്ന് മുഖ്യമന്ത്രി ആകുന്ന ആളായിരുന്നു പിണറായി വിജയൻ. 2006 അദ്ദേഹത്തിനെതിരെ CBI അന്വേഷണം വരുന്നു, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പുറത്തു വരുന്നു എന്നുള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ അന്ന് മുഖ്യമന്ത്രി സ്ഥാനം തെറിച്ചു പോയത്. അതിനുശേഷം 2016 ഉമ്മൻചാണ്ടിയെ സരിതയെ ഉപയോഗിച്ച് ഇല്ലാത്ത കള്ളക്കേസ് ഉണ്ടാക്കിയിട്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം 25,000 കോടി രൂപയുടെ ആസ്തി ഉണ്ടാക്കിയിട്ടുണ്ട് അന്ന്. ഇപ്പോൾ ഒരു 2 വർഷം മുമ്പ് കേട്ടോ. ഇപ്പം എത്ര ഉണ്ടാവും എനിക്കെന്നറിയില്ല. അതിൻ്റെ രേഖകൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. 25,000 കോടിയിൽ മേതെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കേരളത്തിന് അത്രയും കോടി ആസ്തിയുണ്ടോ? 25,000. നമ്മൾ കേരളത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന വഴികൾ എന്തൊക്കെയാണ്? നമ്മൾ ചിന്തിക്കുന്നതൊക്കെ മാതിരിയാണോ? ഇപ്പം നമ്മൾ പറയട്ടെ, എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് അറിയോ? അദ്ദേഹം പാർട്ടിയെ പാവം അണികൾ അവർക്കിതൊന്നും അറിയില്ല. ഈ അദ്ദേഹത്തിൻ്റെ എല്ലാ ഏരിയയിലുമുള്ള ബ്രാഞ്ച് സെക്രട്ടറിയോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവോ പിണറായി വിജയൻ്റെ വലങ്കൈയായിരിക്കും. അദ്ദേഹം നേരിട്ട് ആക്സസ് ഉണ്ട് പിണറായിക്ക്. അവിടെയുള്ള ഇയാളാണ് അവിടുത്തെ എല്ലാം നിയന്ത്രിക്കുന്നത്. അവിടെ മണ്ണ് നികത്താനോ പാറമട പ്രവർത്തിക്കാനോ മണൽ വാരാനോ
ഇതുപോലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ പോലീസ് സ്റ്റേഷൻ സെറ്റിൽ ചെയ്യാനോ ഒക്കെ തന്നെ ഈ ഗുണ്ടാ മാഫിയയാണ് നിയന്ത്രിക്കുന്നത്. ഒരു പോലീസ് സ്റ്റേഷൻ ഒരു കേസ് വന്നാൽ അത് സെറ്റിൽ ചെയ്യാൻ ഒരു വഴി സെറ്റിൽ ചെയ്യും. ആരെങ്കിലും ഒരു ബലാത്സംഗത്തിൽ പ്രതിയായി കഴിഞ്ഞാൽ ഒരു ബലാത്സംഗത്തിന് ഇരയായ ഒരു പെൺകുട്ടി കേസുമായി ചെന്നാൽ അവൾക്കെതിരെ ഒരു കള്ളക്കേസ് വേറെ അവർ കൊടുക്കും. അങ്ങനെ ഇവരെ കയ്യിലാണ് പോലീസ്, ഇവരെ കയ്യിലാണ് റവന്യൂ വകുപ്പ്, മൊത്തം ഇവരെ കയ്യിലാണ്. എന്ത് കേരളത്തിൽ നടന്നാലും അതിലൊക്കെ തന്നെ കമ്മീഷനാർക്ക് പോവും, പിണറായി വിജയന് പോവും. ലാവലിൻ കേസ് മാത്രമല്ലല്ലോ, അതിനുശേഷം നമ്മുടെ കരിമണൽ കടത്ത കേസ് കണ്ടില്ലേ, പിന്നെ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ഒരു പിണറായി വിജയനെക്കുറിച്ചുള്ള ആരോപണമാണ് കൃത്യമായി സ്വപ്ന പറഞ്ഞിരിക്കുന്നത്. ഈ സ്വർണം 30 തവണ വന്നിട്ട് 29 തവണ ഇവിടെ വന്നു എന്നാണ് നയതന്ത്ര ബാഗേജിലൂടെ. ബിരിയാണിച്ചെമ്പിലും ഇതിലൊക്കെ വന്നു എന്ന് പറയുന്ന കാര്യം അത് ക്ലിയർ എവിഡൻസ് ആണ് കസ്റ്റംസിൻ്റെ രേഖയിൽ പറയുന്നത്. സ്വപ്ന സുരേഷൻ 164 സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ഇതേപോലെ തന്നെ ഡോളർ കടത്തിയത്, അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ്, അതേപോലെ മരുന്ന്. ഇപ്പം ഈ വീണ ജോർജ് എന്നൊക്കെ പറയുന്നത് എന്താണ്, പിണറായി ഒപ്പിട്ട് കൊടുക്കുന്ന ഒരാൾ മാത്രമാണ്. വീണ ജോർജിൻ്റെ വകുപ്പിൽ ആരോഗ്യവകുപ്പ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കോടിയുടെ മിനിമം ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. മരുന്നും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും എക്യുപ്മെൻറ്റ്സും ഒക്കെ ആയിട്ട് മേടിക്കുന്നുണ്ട്. ഈ 1 ലക്ഷം കോടിയുടെ 25% അത്രയും 25,000 കോടിയാണ്. ഇതുപോലെ എല്ലാ മേഖലകളിലും പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് പിണറായി വിജയൻ. നമ്മൾ വീണ്ടും അതിലേ പറയുന്നത്. അപ്പോൾ പാർട്ടി എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും ഗുണ്ടാ മാഫിയ ആണ് ഭരിക്കുന്നത്. പാർട്ടി അണികൾക്ക് യാതൊരു ബന്ധവുമില്ല. പാർട്ടി നയങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. മുമ്പ് RSS എന്ന് പറയുന്നത് ഫാസിസ്റ്റ് സംഘടനയായിരുന്നു. കഴിഞ്ഞ ഇലക്ഷനിൽ 2021 ഇലക്ഷനിൽ RSSൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടന്നത്. പിണറായി വിജയൻ എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് കുറ്റാന്വേഷണ ഏജൻസിയിൽ പിടിക്കാത്തത്? ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പിണറായി വിജയനെ പിടിക്കാത്തത്? മറ്റും അറസ്റ്റ് ചെയ്യാത്തത്? ED എന്ന് തൊടാത്ത എന്താ? മകളെ തൊടാത്ത എന്താ? ഈ SFIO അന്വേഷണത്തിൽ കൃത്യമായി ഈ പറയുന്നുണ്ടല്ലോ, മകള് ഇതിനകത്ത് പ്രതിയാണ് എന്നുള്ളത് കൃത്യമായി ആണല്ലോ. മകൾക്ക് 1.25 കോടി രൂപ വന്നു എന്നുള്ള റെക്കോർഡല്ലേ? കൂടാതെ 185 കോടി രൂപ 2016 മുതൽ 2019 വരെ കാശ് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പം ഈ വിധത്തിൽ പാർട്ടിയെ തൻ്റെ കളിപ്പാട്ടമാക്കി മാറ്റി. കളിപ്പാട്ടം മാത്രമല്ല, അദ്ദേഹത്തിന്റെ കയ്യിലാണ് കാശുള്ളത്. കച്ചവടത്തിന് മറയാക്കാനുള്ള ഉപകരണമാണ് സാർ. അതിലൊരു വീതം അദ്ദേഹം പാർട്ടി കൊടുക്കുന്നില്ലേ? പാർട്ടിക്ക് ചെറിയൊരു ഇത് കൊടുമല്ലേ? പാർട്ടിക്കുള്ള സമ്പത്ത് എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഉണ്ടാക്കുന്നത്. അദ്ദേഹം അതിൻ്റെ അകത്തൊരു ഓരി കൊടുക്കുന്നു, ബാക്കി ഇവിടുന്ന് കടത്തുന്നു, വിദേശത്തേക്ക് കടത്തുന്നു. പ്രകാശ് കാരാട്ടിന് ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് പോകുന്നതിനുള്ള പ്ലെയിൻ ടിക്കറ്റ് മുതൽ വിമാന ടിക്കറ്റ് മുതൽ ഇവിടെ വന്ന് തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരത്ത് ഏതെങ്കിലും വലിയ ഹോട്ടലിൽ തങ്ങുന്നതിന് ഒക്കെ, അത് ഹോട്ടലിൻ്റെ പേര് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരാത്തുണ്ട്, എല്ലാ ചെലവും പിണറായി കേരളത്തിൽ നിന്ന് കൊടുക്കുന്ന കാശെന്നല്ലേ പറയുന്നത്. അപ്പോൾ പിണറായി ഈ കോടാനുകോടി രൂപ വരുമ്പോൾ ഒരു 100 കോടി റുപ്യ ഇടുമ്പോൾ 1 കോടി റുപ്യ ചെലവാക്കിയാൽ എന്താ? അപ്പോൾ സാർ നമുക്ക് ഈ രൂപത്തിൽ പാർട്ടിയെ തൻ്റെ കൈപ്പിടിയിൽ ഹൈജാക്ക് ചെയ്ത് അതും ഭരണവും ആണ് പിണറായി എന്ന് പറയുന്ന അദ്ദേഹത്തിനെ പ്രകീർത്തിച്ചിരിക്കുകയാണ് സാർ. അദ്ദേഹം അതായത് ഭരണനിർവഹണത്തിനിടയിലും അദ്ദേഹത്തിന്റെ പാർലമെന്ററി കാര്യങ്ങൾക്കിടയിലും അദ്ദേഹം പാർട്ടിയുടെ കാര്യങ്ങൾ ഇത്രയധികം ശ്രദ്ധിക്കുന്ന ഒരു നേതാവില്ല. ശ്രദ്ധിക്കുന്ന നേതാവ് എന്ന് പറഞ്ഞാൽ പാർട്ടി അദ്ദേഹത്തിന്റെ കൈപ്പിടിയിലാണ്. ആ കൈപ്പിടിയിലുള്ള രൂപത്തിൽ ആക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത്? ഈ പാർട്ടി നേതാക്കന്മാരിലെ ബഹുഭൂരിപക്ഷ സെക്രട്ടറി നമ്മളെ MV ഗോവിന്ദൻ അടക്കം. MV ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ആരാ? അദ്ദേഹത്തിൻ്റെ മകൻ ഒരു പ്രതിയാണ്. ശരിക്കും കോടിക്കണക്കിന് തട്ടിപ്പ് നടത്തിയ വിവരങ്ങൾ ആരുടെ അടുത്തും പിണറായിൻ്റെ അടുത്തുണ്ട്. ഇവിടെയുള്ള മിക്ക നേതാക്കന്മാരെയും മിണ്ടില്ല പിണറായിൻ്റെ മുന്നിൽ. കാരണം ഇവരൊക്കെ തന്നെ ഇവരെ നടത്തിയ തട്ടിപ്പുകൾ എല്ലാ വിവരങ്ങളും അദ്ദേഹത്തിൻ്റെ രേഖാമൂലമുണ്ട്. P ശശിയാണല്ലോ അവിടെ പോലീസിനെ നിയന്ത്രിക്കുന്നത്. അപ്പം ഇങ്ങനെ പാർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു കച്ചവട ചരക്കാണ് പിണറായിയുടെ, അല്ലാതെ വേറൊരു വസ്തുവല്ല. പാർട്ടി അണികളെല്ലാം വെഡ്ഡികളാക്കി മാറ്റി. അവർ വിചാരിക്കുന്നത് നാളെ സോഷ്യലിസം വരും എന്നൊക്കെ പറഞ്ഞ അവസാനം ഇന്നലെ ഒരു RSSനെ പറ്റി പറഞ്ഞ ആൾക്കാർ അടുത്ത ഇലക്ഷനിൽ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അറിയാമോ? എനിക്കിപ്പോൾ അവസാനം കിട്ടിയ വിവരപ്രകാരം BJPയുമായിട്ടുള്ള ധാരണ പ്രകാരം അടുത്ത ഇലക്ഷനിൽ 20 സീറ്റിൽ BJPയെ വിജയിപ്പിച്ചു കൊടുക്കണം. പിണറായി വിജയൻ്റെ ലാവ്ലിൻ കേസ് 8 കൊല്ലമായി. ലോകത്തിൽ എവിടെയും നടക്കാത്തൊരു കാര്യം, ഇന്ത്യയിൽ ഇതുവരെ നടക്കാത്തൊരു കാര്യമാണ്. ലാവ്ലിൻ കേസ് എന്ന് പറയുന്നത് ഏതൊരു അഴിമതി കേസും മന്ത്രിമാരുൾപ്പെട്ട അഴിമതി കേസിൽ ഇമ്മീഡിയറ്റ് പൂർത്തിയായിരിക്കണം എന്നാണ് വാദം നടത്തി വിധി പറയണമെന്നാണ് സുപ്രീം കോടതി 8 വർഷമായി കൊണ്ടെടുക്കുന്നു. ആരാ അതിനെ പിന്തുണയ്ക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റാണ്, സോളിസിറ്റർ ജനറലാണ്, അമിത്ഷായുടെ വലങ്കൈയാണ്. ഇപ്പം ബന്ധം മനസ്സിലായല്ലോ.
അപ്പം ഇതേപോലെ സ്വർണ്ണക്കള്ളക്കടത്തിലും എല്ലാത്തിലും അങ്ങനെ തന്നെ. അപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കോൺഗ്രസ് ഭരണത്തിൽ വരരുത് എന്ന് മാത്രമാണ് അവരെ പ്ലാൻ. എന്താ വെച്ചാൽ അടുത്തതിൽ 20 സീറ്റ് പിടിച്ചു കൊടുത്താൽ അതിൻ്റെ അടുത്ത തവണ 2031 അവരൊറ്റയ്ക്ക് ഭരണം പിടിക്കാമെന്നാണ് BJPക്ക്. അതിന് പിണറായി ആയിട്ടുള്ള ധാരണ, പിണറായിനെ തൊടില്ല, പിണറായിനെ മകളെ തൊടില്ല, ഇപ്പം ഷോൺ ജോർജ് എന്ത് തലകുത്തി പറഞ്ഞാലും മകളെ തൊടില്ല, പിന്നെ അതേപോലെ ഭാര്യയും തൊടില്ല, അവരെ സേഫാക്കി വെക്കും. ഇവിടെ 20 സീറ്റ് 2026 ഒരു വർഷം കഴിഞ്ഞാൽ നടക്കുന്ന ഇലക്ഷനിൽ BJPയെ 20 സീറ്റിൽ വിജയിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. പിണറായി വിജയനെ തൊടില്ല. BJP 20 സീറ്റ് ഒഴിച്ച ബാക്കി എല്ലാ സ്ഥലത്തും CPMനെ വിജയിപ്പിക്കും. അങ്ങനെ കോൺഗ്രസ് ഇല്ലാതാക്കുക എന്നുള്ള അങ്ങനെയാണ് ഇവരെ പരിപാടി. പിണറായി വിജയൻ വിദേശത്തുള്ള കോടാനുകോടി രൂപയുടെ കണക്കോ കാര്യം ചോദിക്കാൻ പോകുന്നില്ല, അദ്ദേഹത്തെ തൊടാൻ പോകുന്നില്ല. ഷോൺ ജോർജ് എത്ര ഓടിയിട്ടും SFI അന്വേഷണം നടത്തിയാലും മിണ്ടില്ല. അപ്പം സമ്മേളനത്തിന്റെ 1-ാം ദിവസമാണ്. ഈ 1-ാം ദിവസത്തെ നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് പിണറായിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റും EP-ക്കും സജി ചെറിയാനും അങ്ങനെ പേരെടുത്ത് പറഞ്ഞ് നിരവധി പേർക്ക് വിമർശിച്ചിട്ടുണ്ട്, നിരവധി പേര് വിമർശിച്ചിട്ടുണ്ട് ആ സംഘടനാ റിപ്പോർട്ടിൽ. ഇത് 1-ാം ദിവസമാണ്. ഇന്നിപ്പോൾ വൈകുന്നേരം 4 മണിക്ക് മുഖ്യമന്ത്രി ഒരു നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്നൊരു പുതിയ അദ്ദേഹത്തിൻ്റെ ഒരു ഷാജിയേട്ടൻ്റെ ഭാഷയിൽ ഒരു പുതിയ നമ്പർ അദ്ദേഹം ഇറക്കുന്നുണ്ട്. ഈ നവകേരളത്തിൽ എന്തൊക്കെയാണ് പുതിയ വഴികൾ ഈ സംസ്ഥാന ഷാജി പാണ്ടിയല പറഞ്ഞിട്ടുണ്ട്. അതൊരു പുതിയ നമ്പറാണ്. തന്നെ ഭരണത്തിൽ ഇരുത്താൻ വേണ്ടി താൻ എന്തൊക്കെയോ ചെയ്യാം എന്ന് കാണിക്കുന്ന ഒരു നമ്പറാണ്. അപ്പോൾ അത് കൂടുതൽ വ്യവസായങ്ങൾ കൊണ്ടുവരുന്ന ഒരു സംരംഭമാണ്. അത് ഇന്ന് അദ്ദേഹം ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഏതായാലും തന്നെ വീണ്ടും നേതാവാക്കണം എന്നുള്ള ഒരു, അതായത് പാർട്ടി അണികളുടെ കണ്ണിൽ, ജനങ്ങളുടെ കണ്ണിൽ 2021 കിറ്റും പെൻഷനും കൊടുത്ത് ജനങ്ങളെ പറ്റിച്ച് രണ്ടാമത് 100 സീറ്റോടെ അധികാരത്തിലെത്തിയ ആൾക്ക്, ഈ ജനങ്ങളെ കേരളത്തിലെ 9 സീറ്റ്, 1 സീറ്റ് കുറവ്, അങ്ങനെയുള്ള ആൾക്ക് 2026 ഇതേ പറ്റിക്കാൻ പറ്റുമെന്നും പാർട്ടി അണികളെ ഇതേപോലെ കയ്യിലെടുക്കാൻ പറ്റുമെന്നുള്ള ഇതാണ് കൊണ്ടിറക്കുന്നത്. സാർ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത്രയും സാറ് സംസാരിച്ചല്ലോ. ഏതായാലും നമ്മൾ ഇത് 1-ാം ദിവസത്തെ സംഭവമാണ് സംസാരിച്ചത്. നമുക്ക് നാളെ ഇതേപോലെ പാർട്ടിയുടെ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ് ചർച്ചകൾ വരുന്നത്, അത് നമുക്ക് നാളെയും വൈകുന്നേരം നമുക്ക് ഇരിക്കാം. എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം സാർ, ഇത്തരത്തിൽ പാർട്ടിയെ അദ്ദേഹം ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു പറയുന്നു. പാർട്ടി അദ്ദേഹത്തിന് എല്ലാവരും അദ്ദേഹത്തിന് അങ്ങ് പുകഴ്ത്തി വെച്ചിരിക്കുന്നു. സാർ, കോൺഗ്രസ് ഒരു വേള ഭരണത്തിൽ വരുമെന്ന് സാർ ധരിക്കുന്നത് പോലുമില്ലേ? ഞാൻ കണക്കൂട്ടുന്നത് കേരളത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രൂപത്തിൽ കേരളത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിനെതിരെ ഒരു വല്ലാത്ത വികാരം ജനങ്ങളിൽ ഉണ്ട്, അണികളിലുണ്ട്. CPMൻ്റെ സാധാരണ അണികളിലും ഇത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തീർച്ചയായും ആ വികാരം കത്തിപ്പടരാനാണ് സാധ്യത. ഇതോടുകൂടിയിട്ട് CPM വോട്ടും ചോർച്ചയുണ്ടാകും. നിഷ്പക്ഷ വോട്ടിൽ കോൺഗ്രസിനോടുള്ള താല്പര്യമല്ല, പകരം പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള ഹീനമായ, കാരണം കേരളം എന്ന് പറയുന്നത് ഒരു മയക്കുമരുന്ന് വിൽക്കുന്ന ഇതിന്റെ കേന്ദ്രമായി മാറി. ഏറ്റവും രസമാണ്, മയക്കുമരുന്ന് 1 ലക്ഷം കോടി രൂപയുടെ മയക്കുമരുന്നുകൾ ഒരു വർഷം ഇപ്പം ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്, ഡോൺ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണുള്ളത്. അതിൻ്റെ ഉന്നത പോലീസുകാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ പങ്കുമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കുട്ടിച്ചോറായി മാറിയിരിക്കുകയാണ്. 5.5 ലക്ഷം കോടി രൂപ കടമാണ് കേരളത്തിൽ. മൊത്തം കടക്കണി എന്ന് പറയുന്നത് 5.5 ലക്ഷം കോടി രൂപയുടെ എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഒരു നാഷണൽ ഹൈവേൻ്റെ പദ്ധതി അല്ലാതെ കേരളത്തിൽ ഒരു വികസന പദ്ധതിയും എവിടെയും ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സാർ, ഏതായാലും നമുക്ക് ഈ വിഷയം ഒന്ന് താൽക്കാലികമായി നമുക്ക് വിരാമം ഇടാം. നമുക്ക് നാളെയും ഇതിൻ്റെ തുടർ ചർച്ച നമുക്ക് നടത്താം. ഇതിപ്പോൾ 1-ാം ദിവസം പാർട്ടി സമ്മേളനത്തിൻ്റെ, നമുക്ക് നാളെയും എന്തൊക്കെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ തുടർ ചർച്ച നമുക്ക് നാളെയും വെക്കാം. ഇന്ന് തൽക്കാലത്തേക്ക് മറ്റൊന്നുമില്ലെങ്കിൽ ഒറ്റ വ്യാഖ്യാനമുള്ളൂ, ഇതായിരിക്കും പാർട്ടിയുടെ അവസാനത്തെ ഒരു ഭരണത്തിലിരിക്കുന്ന സംസ്ഥാന സമ്മേളനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാലം തിരിച്ചടി കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാലത്തിന്റെ ഒരു കാവ്യനീതിയുണ്ട്, അത് സമയമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഏതായാലും സാറിനെ പോലെ ഒരു രാഷ്ട്രീയത്തിൽ കുറേയധികം നീണ്ട നാളത്തെ ഒരു ഗവേഷണം പോലെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ സാർ പറയുന്ന കാര്യങ്ങളിൽ ഒരു അർത്ഥമുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം. എന്തായാലും നാളത്തെ എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും അല്ല, കുറെ സത്യങ്ങൾ താങ്കൾ പറഞ്ഞതിലുണ്ട് എന്ന് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഏതായാലും നമുക്ക് നാളെയും നടക്കുന്ന പാർട്ടി സമ്മേളനത്തിലെ 2-ാം ദിവസം എന്തൊക്കെയാണ് ഒറ്റ ചോദ്യമാണ്, ആർക്ക് പാർട്ടിയെ രക്ഷിക്കാൻ കഴിയുന്നതെന്നുള്ളതാണ്. അതാണ് നാളെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. എന്തെങ്കിലും ഈ സമ്മേളനത്തിൽ ഉണ്ടാകുമോ, ആരെങ്കിലും ശക്തമായി അണികൾ, സാർ പറഞ്ഞ പോലെ അണികളുടെ വികാരത്തിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നന്ദി.